റമദാൻ സ്പെഷ്യൽ ഇറച്ചിപ്പത്തിരി അതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ 2-3 സ്റ്റെപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം തന്നെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു 1.25 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ്, വെള്ളം, കുറച്ച് റിഫൈൻഡ് ഓയിൽ. അപ്പം നമുക്ക് ആദ്യം ഈ മൈദയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. ഇത് പത്തിരി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ നമ്മൾ ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ നമുക്ക് കുഴച്ചെടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതാ ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 3 സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊരു 3 മീഡിയം സൈസ് സവാളയാണ്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ട്രാൻസ്ലൂസൻ്റായി വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക് ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തതാണ്, ചതച്ചതല്ല. നന്നായിട്ടിനി വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇത്രയുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നമ്മളിനി വേവിച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കുമ്പോൾ അതും ഉപ്പും കുരുമുളകും ചേർത്ത് വേവിക്കുന്നതാണ്. അപ്പം മുളക് ഒക്കെ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 3 പച്ചമുളകും ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കൻ. ഇതൊരു 250 ഗ്രാം ചിക്കൻ ഉണ്ടായിരുന്നു. ബോണൊക്കെ മാറ്റി വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ചെടുക്കുക. ഇത് യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് പാകമാക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡിയായി. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി 2 ചെറിയ ഉരുളകളെടുത്ത് ചെറിയ പൂരിയേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ നമുക്ക് 2 പത്തിരി ഉണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് മസാല വെച്ച് അത് സീൽ ചെയ്തിട്ടാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നത്. ആദ്യം 2 ചെറിയ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ഇതാ പത്തിരി പരത്തി എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ എന്തെങ്കിലും ഇതുപോലത്തെ ലിഡ് എന്തെങ്കിലും വെച്ച് നമുക്കത് മുറിച്ച് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. കുറച്ച് ചിക്കൻ മസാല എടുത്ത് ഒരു പത്തിരിയുടെ മുകളിൽ ഇതുപോലെ ഒരേ തിക്നെസ്സിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത പത്തിരി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സീൽ ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡും. ഒരുപാട് തിക്നെസ്സായി പോകരുത്. ഇതുപോലെ സീൽ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇത് റെഡിയാക്കി എടുക്കുക. ഇതുപോലെ എല്ലാ പത്തിരിയും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി പത്തിരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 സൈഡും ഒന്ന് വേവിച്ച് എടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ 2 സൈഡും പൊരിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി ഒരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ അടുത്തതും പൊരിച്ചെടുക്കാം. ബട്ടൂരിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ നമുക്കത് പൊരിച്ചെടുക്കാം.
ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് ഈ പൊരിച്ചെടുത്ത പത്തിരി കോട്ട് ചെയ്യാൻ വേണ്ടി ഒരു മുട്ട കൂട്ടുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി 2 മുട്ട, ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഏലക്കപ്പൊടി ഇത്രയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര 6-7 ടേബിൾ സ്പൂൺ ചേർക്കണം. ഈ കോട്ടിംഗ് നല്ല സ്വീറ്റ് ആയാൽ മാത്രമേ ഇറച്ചിപ്പത്തിരി നന്നാവുള്ളൂ. ഉള്ളിലുള്ള മിക്സ് നല്ല എരിവുള്ള ഒരു മസാല, പുറത്ത് ഇതേപോലെ നല്ല മധുരമുള്ള ഒരു കോട്ടിംഗ്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു തവ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. ഇത് ഇരുമ്പിൻ്റെ തവയാണ്, നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി. കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തവ നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ മുട്ടയുടെ മിശ്രിതത്തിൽ മുക്കിയെടുത്ത പത്തിരി തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 സൈഡും ചുട്ടെടുക്കുകയാണ് വേണ്ടത്. ഇത് മറിച്ചിട്ട് 2 സൈഡും വേവിച്ച് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ചുട്ടെടുക്കുക. തിരിച്ചു മറിച്ചു വിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. മുട്ട നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ട് തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കുക. ഇത് കുറച്ച് മെസ്സി ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ പത്തിരി ഇവിടെ റെഡിയായി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you next time.